ഒരുപക്ഷെ ഇന്ന് മലയാളികളുടെ പേടി സ്വപ്നമായി മാറിയ ഒരു രോഗമെന്ന് തന്നെ പറയാം. സ്വകാര്യ കിണറുകൾ, കുഴൽക്കിണറുകൾ ഇവിടങ്ങളിലെല്ലാം ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അയ്യോ മോനെ, അതിൽ കഴുകല്ലേ, അതിലേ അമീബുണ്ട്. അമീബേ? ടാങ്ക് കഴുകിട്ട് കൊറേ ഇല്ലേ, അതിലൊക്കെ അമീബ ഉണ്ടാവും. ഞാൻ ടിവിയിലും വാർത്തയിലൊക്കെ കണ്ടതാ. കിണറ്റിലെ വെള്ളത്തിലും പിന്നെ ടാങ്കിലൊക്കെ അമീബയുടെ ബാക്ടീരിയ ഉണ്ട് എന്നുള്ളത്. എല്ലായിടത്തും ഇങ്ങനെ കഴിഞ്ഞത് ഇപ്പൊ എന്ത് ചെയ്യും മൊത്തത്തില്? നമ്മൾ രണ്ടാളും എവിടെ നിക്കണേ? ഒന്നുമില്ലടാ, വാട്ടർ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കാച്ചിട്ടാ. നാട്ടിലൊക്കെ ആകെ മസ്തിഷ്ക ജ്വരാന്നാ പറയണ്. ആ ഞാനും അതെ, ഞാനിപ്പോ കേട്ടിട്ട് വരികയാണ് ഈ സാധനത്തിനെ കുറിച്ചിട്ട്. അവിടെ ഓഫീസിന്റെ അടുത്തുണ്ടല്ലോ ഒരു വീട്ടിലുണ്ട്. എന്താ ഇവിടെ തട്ടുമുട്ട കേൾക്കണ്? ഒന്നുമില്ല, ടാങ്കൊക്കെ കഴുകിട്ട് കൊറേ ഇല്ലേ. വെള്ളത്തില് അമീബണ്ട്. അതെ, എന്ത് പറഞ്ഞാലും ടാങ്ക് വൃത്തിയാക്കാൻ സമ്മതിക്കില്ല. നമ്മളേ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിതൊക്കെ ക്ലീൻ ആക്കണം, എന്നെങ്കിലാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഒന്നും ഇവിടെ ഇല്ലാണ്ടാവുള്ളൂ. അണക്കേ അത്ര നിർബന്ധമാണെങ്കിൽ ഈ കിണർ വൃത്തിയാക്കും. ആ ചെക്കൻ ടാങ്ക് വൃത്തിയാക്കണോണ്ട് നിങ്ങൾക്ക് എന്താ? കേറടാ അങ്ങട്ട്. അന്നോട് ഞാൻ പറഞ്ഞു കയറിയത്. ഓൻ കയറണോണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തെങ്കിലും മുഖത്തൊരു കള്ള ലക്ഷണം. ഈ കയറടാ അങ്ങട്ട്. അമ്മ, ഇത് മസ്തിഷ്ക ജ്വരല്ല, മധ്യഷ്ക ജ്വരം. ഇതാണ് നിങ്ങൾ കേറണ്ട പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തല്ലേ ഇനി കുടിക്കില്ലാന്ന്? ഏയ്, അവിടെ നിന്ന് ഇറങ്ങുന്നു കാണട്ടാ. അമ്മ, അമ്മ